എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ വി നാരായണൻ. വി നാരായണനാണ് ISROയുടെ നിലവിലെ ചെയർമാൻ. സുപ്രീം കോടതിയിലെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? സുപ്രീം കോടതിയിലെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ സൂര്യകാന്ത്. സൂര്യകാന്താണ് സുപ്രീം കോടതിയിലെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത്. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. ആൻസർ കെ സോമപ്രസാദ്. കെ സോമപ്രസാദാണ് രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ. സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടർന്ന വ്യക്തിയെന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായി തുടർന്ന വ്യക്തിയെന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ആൻസർ അമിത് ഷാ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രൊസസ്സർ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യ 32 ബിറ്റ് മൈക്രോ പ്രൊസസ്സർ. ആൻസർ വിക്രം 32. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. ആൻസർ തേജസ്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ കൊല്ലം. കൊല്ലമാണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീ പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ട്. രാജ്യത്തെ ഔദ്യോഗിക അന്താരാഷ്ട്ര സീ പോർട്ടുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ പോർട്ട്. ആൻസർ വിഴിഞ്ഞം. നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ആൻസർ കെ വി മനോജ് കുമാർ. കെ വി മനോജ് കുമാറാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. ആൻസർ റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോയാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ നഗരം. നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ നരേന്ദ്ര മോദി. നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ ചെയർമാൻ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ സുമൻ ബെറി. സുമൻ ബെറിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ നിലവിലെ CEO. നീതി ആയോഗിൻ്റെ നിലവിലെ CEO. ആൻസർ BVR സുബ്രഹ്മണ്യം. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിൻ്റെ നിലവിലെ CEO. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം. ലോക സുസ്ഥിര വികസന ഉച്ചകോടി 2025 നടന്ന രാജ്യം. ആൻസർ ഇന്ത്യ. ഇന്ത്യയിലാണ് 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത്. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇറാനിലെ തുറമുഖം. ചബഹാർ തുറമുഖം.
ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ആൻസർ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ നിലവിലത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ഇന്ത്യയിലെ നിലവിലത്തെ സംയുക്ത സൈനിക മേധാവി ആരാണ്? ജനറൽ അനിൽ ചൗഹാൻ. ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ നിലവിലത്തെ സംയുക്ത സൈനിക മേധാവി. രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ആൻസർ നിഴൽ പദ്ധതി. നിഴൽ പദ്ധതിയാണ് രാത്രികാലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് പോലീസ് സഹായം നൽകുന്ന പദ്ധതി. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ആൻസർ ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡിൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. പാലക്കാട് ജില്ലയിൽ മഞ്ഞപ്പിത്തം പ്രതിരോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. ആൻസർ യെല്ലോ ബെൽ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി. ആൻസർ കൊച്ചി. കൊച്ചിയാണ് 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദി. സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത്. സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത്. ആൻസർ പാറളം, തൃശ്ശൂർ ജില്ലയിൽ. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം. വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം. ആൻസർ ഒമാൻ. ഒമാനാണ് വ്യക്തികളിൽ നിന്നും ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് വേദി. UAEയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആരാണ്? UAEയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് ആരാണ്? ഡോക്ടർ ദീപക് മിത്തൽ. ഡോക്ടർ ദീപക് മിത്തലാണ് UAEയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത്. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണ്? ആൻസർ ചൈന. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? പെരമ്പൂർ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി. രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി സ്വന്തം വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 2025 നടന്ന ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ഏത് രാജ്യമാണ്? 2025 നടന്ന ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ഏത് രാജ്യമാണ്? ആൻസർ ഇന്ത്യ.
ഇന്ത്യയാണ് 2025 നടന്ന ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത്.